ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാ എല്ലാവരെയും വിശേഷങ്ങൾ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കിവിടെ റാഹത്താണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു മുട്ടക്കുറുമ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുതിയ കൂട്ടുകാർ കമൻ്റൊക്കെ എഴുതുന്നുണ്ട്. അൽഹംദുലില്ലാ, അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. എനിക്ക് എല്ലാതും അറിഞ്ഞോളണമെന്നില്ല, ഞമ്മക്ക് എല്ലാതും അറിഞ്ഞിട്ടും കാര്യമില്ല. ഞമ്മക്കറിയാത്ത പല ആൾക്കാർക്കും അറിയിക്കാറ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളിതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ട 4 എടുത്തുങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല കേട്ടോ ഒന്ന് കൂട്ടാൻ വെക്കാൻ. കാരണം എന്താ ചോദിച്ചാൽ നമ്മളെ ശ്രദ്ധ കമ്മി തന്നെയാണ്. രാത്രിയിൽ ബാബു റോട്ടിക്ക് പോയപ്പോൾ വിളിച്ചുട്ടോ, എന്താ വീഡിയോ കോള് കൊണ്ടുണ്ടോ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഒറ്റയടിക്കാണ് പറഞ്ഞു ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കാണ് കേട്ടോ. എൻ്റെ ഇതിൽ ഇവിടെ എന്തൊക്കെ പേര് വെക്കാണ്ട് എന്നൊരു ഓർമ്മയിൽ അങ്ങനെ നേരം വെളുത്ത് നീച്ച് നോക്കുമ്പോഴാണ് ഒന്നും ഉപ്പേരിക്കില്ല, പിന്നെ മീനും കൊടുന്നിട്ടില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബാബു വന്നതിന് ശേഷം കറി വെക്കലൊക്കെ ചെയ്യേണ്ടത് വെച്ചിട്ട് ഞാൻ അപ്പം ഇല്ലതുകൊണ്ടാണ് പരിപാടി കഴിക്കുക. കിഴങ്ങ് എങ്ങനെ ആയാലും ഉണ്ട്, ക്യാരറ്റും കൊടുന്ന് വെച്ചിരുന്നു. അതുകൊണ്ട് ഉപ്പേരിയും വെക്കാലോ പരിപ്പ് കറിയും വെക്കാലോ ഒന്ന് ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം ഞാൻ ഒരു 5:20 ആയപ്പോൾ മോനുവിന് ചായ ഉണ്ടാക്കി കൊടുക്കാണ്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, മദ്രസ്ക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ചായ ഒന്നും കുടിക്കലില്ല, ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കൽ. മദ്രസ്ക്ക് പോകുമ്പോൾ എനിക്ക് ചായ കുടിച്ചാൽ ശരിയാവില്ല എന്നറിയും. അപ്പം ഇന്ന് ഉറക്കം വരുന്നതിന് ഞാൻ ഒരു ഗ്ലാസ് പാൽ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിതാ ഉപ്പേരി വെക്കട്ടെ വെച്ചിട്ടാണ് വെളിച്ചെണ്ണയിലാട്ടോ ഉപ്പേരി വെക്കുന്നത്. അപ്പം കടുകും ചെറിയ ജീരകം ഇട്ട് കൊടുത്തു, വെളുത്തുള്ളിയും ചുവന്നമുളകും ചെറുള്ളിയും കുത്തിച്ചതച്ചുങ്ങാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതാ കിഴങ്ങും കയറ്റും ഞാൻ ചെറുതാക്കി നുറുക്കിക്കാട്ടെ. അപ്പം ലേസീച്ചൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ലേസമുള്ളൂ നുറുക്കിയത് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഈ ചെറിയൊരു ചട്ടിയിൽ അങ്ങോട്ട് വെച്ചതാണ്. അങ്ങനെ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത്തിരി വെള്ളം പാരും കേട്ടോ. തോന വെള്ളമൊന്നും പാരാൻ പറ്റൂല. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം പരിപ്പൊക്കെ കഴുകി എടുത്തുകൊണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് പണി എങ്ങനെ ആയാലും നേരത്തെ കഴിയും കേട്ടോ. എന്നത്തേക്കാട്ടും നേരത്തെ കഴിയും. എന്നൊരു 9 മണിയാകുമ്പോഴത്തേന് കഴിയണത്, എന്നായാലും നേരത്തെ കഴിയും. അങ്ങനെ ഞാൻ 2-3 തക്കാളിയും അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ ലേശം വെള്ളവും പാർന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഷാലൂനും മോനൂനും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെയും പോകണ്ട, എല്ലാ ദിവസങ്ങളും നമുക്ക് കഴിഞ്ഞ് പോകണമല്ലോ. എൻ്റെ ഒരു ശ്രദ്ധ കമ്മി തന്നെയാണ്. എന്നാലും മീൻ കാണാൻ ബാബു വരുമ്പോൾ എങ്ങനെയായാലും നന്നാക്കിയിട്ടേ കാരണം ചിലപ്പം കൊഞ്ച കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുറ്റടിച്ച് വന്നപ്പോഴത്തേന് നമ്മളെ കുക്കർ 2-3 വിസിൽ വന്നിട്ടുണ്ട്. അത് മാങ്ങി വെച്ചു. എന്നിട്ട് ആ അടുപ്പത്തേക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതായാലും മറ്റേ അടുപ്പ് ഒജാനായിക്കണ്. എന്താ വെച്ചാൽ നമ്മളെ കിഴങ്ങും കയറ്റൊക്കെ നല്ല വെന്തിട്ടുണ്ട്. എന്നിട്ട് അത് മാങ്ങി വെച്ചതിൻ്റെ ശേഷം ഞാൻ അടുപ്പത്തേക്ക് പരിപ്പും തക്കാളിയിലൊക്കെ വെള്ളം പാർന്നിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ ലേശം പാരട്ടെ. തക്കാളിപ്പുളി ഉണ്ട്, അപ്പോൾ പുളിയൊന്നും കൂട്ടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അതൊരടുപ്പത്ത് വെച്ചു. അതിൻ്റെ ശേഷം ഞാൻ എന്തായിട്ട് അകൊക്കെ ഒന്ന് അടിച്ചൊരിങ്ങാണ്ട് പായും വിരിപ്പൊക്കെ എടുത്ത് വെച്ച് ബെഡ്ഷീറ്റൊക്കെ നേരാക്കി വന്നപ്പോഴത്തേന് വെള്ളം നല്ലോണം കാഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു കോപ്പ വെള്ളം അങ്ങോട്ട് മുക്കി നമുക്ക് എയർ ഫ്രഷ് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് എന്നിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുക്കറത്തെ കറി ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരം തിളക്കണ ഇതില്ലല്ലോ. പിന്നെ പരിപ്പും തക്കാളിയും എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ടറിഞ്ഞൊരു കുക്കർ കറി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തൂമിക്കണം. അത് തൂമിക്കണം ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുത്തി ചതച്ചുങ്ങാണ്ട് ലേശം കടുക് ഇടുക. എന്നിട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. നല്ല രസം ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ കാത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പണി അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അധിക ദിവസങ്ങളും ചിന്തിക്കാതിരിക്കുകയാണ് നമ്മളെ പെരയിൽ എന്താണോ അതെടുത്തുങ്ങാണ്ട് എന്തെങ്കിലും തൊട്ടാമക്ക ഉണ്ടാക്കുക. അത് ലേശം ചൊടിയും ചുണയൊക്കെ ഉണ്ടായാൽ നമുക്ക് ചോറ് പള്ളറച്ച് തിന്നാലോ. പള്ളറച്ച് ചോറ് തിന്നണം എന്നുണ്ടെങ്കിൽ ഒരു സമ്മന്തി ഒരു ഉണക്കൽ മീനൊക്കെ മതി ഞമ്മക്ക്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ആണുങ്ങളുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഒക്കെ ഓൾക്ക് നല്ലപോലെ കൊടുക്കലും നമ്മളെ ഉത്തരവാദിത്തമല്ലേ. ഞാൻ ഒറ്റക്കാണിപ്പോൾ ഞാൻ ഒന്നും വെക്കൂല കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനിയാണ് മുട്ടക്കുറുമ ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടിക്ക് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ 2 പൊട്ട് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം കുറുമ വെക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം അത് ചെറിയ പോണ വെളുത്തുള്ളി അതുകൊണ്ട് കണ്ടറിഞ്ഞ് ലേസം എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ 5-8 പോണെടുത്താൽ മതി, ഒരു ചുവക്കല്ല വേണ്ടത്. അപ്പം ഞാൻ ഇനി ചീടുന്നത് നമ്മൾ വെല്ലുള്ളി 2 നുറുക്കി വെച്ചിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെല്ലുള്ളിയുടെ പകരം ചെറുള്ളി ആണെങ്കിൽ ഒന്നും പാടെ ടേസ്റ്റ് കൂടിയേനെ കേട്ടോ. ഇത് വാടാൻ വേണ്ടിയിട്ട് എന്തിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കും വേണം. ഇതിലിടക്ക് നമുക്ക് ഷാലൂനൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ.
അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് കണ്ട് ഒന്നങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഷാലൂനാക്കി കൊടുക്കാൻ പോയി. ഒരു 5 മിനിറ്റ് നടക്കാണ്ട്. അപ്പം അങ്ങനെ ആക്കി കൊടുത്ത് വന്നതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിക്ക് ലേശം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടുമ്പോൾ ഈ തേങ്ങ ഉടച്ച് ചിരകണം കേട്ടോ. തേങ്ങ അതിക്ക് കൂട്ടാണ്ട് അപ്പം അതിൻ്റെ വെള്ളം അവിടെ തന്നെ നിന്നുങ്ങാണ്ട് കുടിക്കാണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ തേങ്ങയുടെ വെള്ളത്തിന് ഇങ്ങനെ കാത്തി നിന്നത് നല്ല ഓർമ്മ ഉണ്ട്. അപ്പം ഞാൻ ഇതിലൊരു കാര്യം മറന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടടല ഇട്ട് കൊടുക്കട്ടെ. 2 സ്പൂണ് പൊട്ടടല ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാകുമ്പോൾ പിന്നെ വലിയ പ്രയാസമൊന്നുമില്ല. ഉള്ളിയൊക്കെ ഒരു ഭാഗത്തേക്കാണ് മാറ്റി. അപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണ് ഇനി പൊട്ടടല ആദ്യം ഇട്ടാൽ നല്ലതാണ്. ഇനി ഇട്ടില്ലാച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചിരകിയ തേങ്ങ, ഒരു മുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കണ്ട് അതിൽ വഴറ്റിയെടുത്തു. അത് ഞാൻ മിക്സിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാറിക്കോട്ടെ. അപ്പത്തിന് ഞാൻ മുട്ടയൊക്കെ തോല് പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. 5 മുട്ട എടുത്തിട്ടുണ്ട്. 4 എടുത്തിരുന്നുള്ളൂ. അപ്പം എനിക്ക് തോന്നി ഒന്നും പാടെ എക്സ്ട്രാ എടുക്കട്ടെ, ചിലപ്പം കുട്ടികൾ ഒന്നും പാടെ ചോദിച്ചാലോചിച്ചിട്ട് ഒരു മുട്ട ഞാൻ എന്തിട്ട് ചോറ്റിലിട്ടുകാണ്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വരച്ച് വെക്കുക. എന്ത് ചെയ്ത് അതിൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി കണ്ടാണ് നമ്മൾ ഈ ചെയ്യണത് കേട്ടോ. അപ്പം 4 വര വരച്ചിട്ടുണ്ട്. വേറെ എടുത്തിട്ടില്ല. ഇനി മുട്ട കമ്മിയാണെങ്കിലും നമുക്ക് കുറുമ ഉണ്ടാക്കാം. എന്താ വെച്ചാൽ 2 പൊളിയാക്കിയാൽ മതി. അപ്പം ഇവിടെ തോന ആളൊന്നുമില്ലല്ലോ, 4 ആളാണ്. അപ്പം 4 മുട്ടക്ക് പകരം ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. മക്കൾക്ക് ചിലപ്പം ചോദിക്കുമ്പോൾ കൊടുക്കാമല്ലോ വെച്ചിട്ട്. എന്നിട്ട് ഞാനൊരു കോപ്പ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം 2 ഏലക്കായ്, 3 കറാമ്പൂവ്, അതുപോലെ തന്നെ ചെറിയൊരു പൊട്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് എണ്ണയിലൊന്നും ഇങ്ങോട്ട് നല്ല വഴറ്റിയെടുക്കട്ടെ. തീ നല്ലോണം കുറക്കുക. കുറുമ ആകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒന്നും ചേർക്കാൻ പറ്റൂല കേട്ടോ. ഒന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ ശേഷം ഞാൻ അത് നല്ലോണം മിക്സിയിലിട്ട് അരച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ചട്ടിക്ക് തന്നെ പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഇതും പാടും കൊണ്ട് ഒരുമിച്ച് ശരിയാവോളം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിൻ്റെ ശേഷം ഇതാ കുറുമയൊക്കെ ഏറ്റവും വേണ്ടത് കുരുമുളകും പൊടിയാണ്. അപ്പോൾ അത് ഞാൻ നല്ല പൊടിച്ച് വെച്ച് ഇളക്കിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുണ്ട്, പക്ഷേ മുളകും പൊടി ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഞാൻ 5 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് കടന്ന് ഒന്നിങ്ങോട്ട് തിളച്ച മാതിരി ആവണം. വല്ലാതെ തിളക്കാൻ പറ്റൂല. അതിൻ്റെ ശേഷം ഞാനൊരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുറുമങ്ങളെല്ലാവരും വെച്ച് നോക്കണം. അടിപൊളി കുറുമയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഏത് കുഞ്ഞു മക്കൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മളെ കുറുമയുടെ പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോറ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്ത് വെക്കണം. റേഷൻ കടയത്തെ അരിയാകുമ്പോൾ എളുപ്പം ഉണ്ട് കേട്ടോ ചോറൊക്കെ വേവാൻ. പിന്നെ കുറേ 2-3-4 ആളിനോട് കമൻറ്റ് എഴുതി ചോദിച്ചിരുന്നു ഗ്യാസ്മ തന്നെയാണോ എന്നും ചോറ് വെക്കൽ. അധിക ദിവസം ഞാൻ ഗ്യാസ്മ തന്നെയാണ് കേട്ടോ ചോറ് വെക്കൽ. അടുപ്പിൽ കൂടുതൽ കത്തിച്ചാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് അടുപ്പ് കത്തിക്കാത്തത്. ഇനിയാണ് അവസാനത്തെ പരിപാടി കേട്ടോ. നമ്മളെ ഉഴുന്ന് മാവ് ഇന്നലെ അരച്ച് വെച്ചിരുന്നു. അത് നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ദോശ ചുടട്ടെ. അപ്പോൾ ദോശ ഇങ്ങനെ ചുടുമ്പത്തിന് നമ്മളെ മോന് വരും ചെയ്യും. പിന്നെ ഇന്ന് മോനൂന് ചോറ് വേണ്ട പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കടി ഉണ്ടാക്കുമ്പോൾ ചോറ് കൊണ്ടുപോകില്ല. ചായക്കില്ല കടിയും അതിക്കില്ല കറിയൊക്കെ കൊണ്ടുപോകും. അപ്പം നല്ല അടിപൊളി ദോശ ഉണ്ടാക്കി ചൂടോടുക്കനെ തിന്നാൻ വേണ്ടി കൊടുക്കാം കേട്ടോ. ഓനവിടെ ഇങ്ങനെ ഇരുന്ന് തിന്നും ചെയ്തോട്ടെ. ഞമ്മക്ക് ഇവിടെ ഇങ്ങനെ ചുട്ട് കൊടുക്കാമല്ലോ. എത്ര ഉണ്ടെങ്കിലും 3 ദോശയെ ഓൻ തിന്നണേ. പിന്നെ ഉഴുന്ന് ദോശ ആയതുകൊണ്ട് ചിലപ്പോൾ 4 തിന്നും. അതും ഞമ്മക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ ഓൻ തിന്നതിനനുസരിച്ച് ഇവിടെ ചുട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്കില്ല ദോശ ഞാൻ ഷാലു വരുമ്പത്തിന് ചുടുള്ളൂ. ഷാലു ഒരു 8:20, 8:30 ആവും പെരേക്ക് എത്തുമ്പത്തിന്. അപ്പം ചുട്ടാക്കോട്ടെ. അപ്പം നമ്മൾ മുട്ടക്കുറുമ കണ്ടില്ല നിങ്ങൾ. അപ്പം ഞാൻ ഇനി ഓനൂന് പാത്രത്തിലാക്കിയിട്ട് ഓനൊന്ന് പറഞ്ഞയക്കണം. അപ്പം ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറി കിട്ടണം. വെള്ളത്തിൽ വെച്ച് ചൂടാറ്റുന്നില്ല. വെള്ളത്തിൽ വെച്ച് ചൂടാറ്റുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് മാറി കിട്ടും കേട്ടോ. എന്നിട്ട് ഓനക്ക് പാത്രത്തിലാക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ ചെയ്യാൻ വെച്ചാൽ ഒന്നിങ്ങനെ ഇളക്കിയിരിക്കുകയാണ്. നല്ലോണം ചൂടാറണം. നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കണ തന്നെ ശരിയല്ല. പിന്നെ ഞാൻ ദോശയിൽ തന്നെ ഇത് ആക്കിയാൽ ഉച്ചയാകുമ്പോഴത്തേന് കറിയൊക്കെ ആ ദോശയെ കടന്നിട്ട് പുതിർന്നിട്ടാകുമ്പോൾ തിന്നുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടി കണ്ടാ ചെയ്യണത്. അപ്പം അങ്ങനെ ഇത് ചൂടാറാഞ്ഞിട്ട് ഞാൻ എന്തായിട്ട് ഒരു പാത്രത്തിൽ തന്നെ ആക്കിങ്ങാണ്ട് വെള്ളത്തിൽ കൊണ്ടുവച്ചു കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ മോനൂന് ദോശ ആക്കുകയാണ്. അപ്പോൾ ദോശ ഇങ്ങനെ മടക്കിങ്ങാണ്ട് അതിക്ക് ആക്കി കൊടുക്കുകയാണ്. പിച്ചിടാൻ വേണ്ടപ്പോൾ ഓനക്ക് അങ്ങനെ വേണ്ട, അമ്മ അങ്ങനെ മടക്കി വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഓല ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു 4 ദോശ എടുത്തുങ്ങാണ്ട് ഞാൻ മടക്കിങ്ങാണ്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓല് സ്കൂളിൽ പോയാൽ എല്ലാവരും പാട് ഒരുമിച്ച് തിന്നാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ടറിഞ്ഞാക്കി കൊടുത്തതാണ്. പിന്നെ ഇതാ ഞാൻ
കുപ്പിയിൽ തന്നെ കണ്ടറിഞ്ഞ് കറിയാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്കൂളിൽ വന്നപ്പോൾ എന്നോട് പറയാണല്ലോ ഇനി എന്നും ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം അതാണ് നമ്മൾ പെരയിൽ ഒരു സാധനം ഇല്ലെങ്കിൽ എന്തേലൊക്കെ ഒന്നുണ്ടാവും. അതുകൊണ്ട് നമ്മളെ മക്കളെ സന്തോഷിപ്പിച്ച് പറഞ്ഞേക്കലേ നടക്കുള്ളൂ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് ഉറയിലാക്കിങ്ങാണ്ട് ബാഗൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ വെച്ചിട്ടാണ്. അങ്ങനെ ഞാനിതാ ഇവിടെ ബാക്കിയുള്ള കുറുമ നിങ്ങൾക്ക് കാണിച്ച് തരാനുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള കുറുമ ഉണ്ട്, അതൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കണം. എന്നാൽ പിന്നെ ഇനി ലേശം ബാക്കി ഉണ്ടെങ്കിലും വൈകുന്നേരത്ത് സ്കൂൾ കുട്ടികൾ വന്നതിൻ്റെ ശേഷം സാലൂനും മോനൂനും ദോശ ചുട്ട് കൊടുക്കും, ഈ കുറുമ കൊടുക്കും ചെയ്യാലോ വെച്ചാൽ. അപ്പം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷാലു എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും കിഴങ്ങ് ഉപ്പേരി, അടിപൊളി ഉപ്പേരിയാണ്. രാത്രിക്കൊക്കെയുള്ള ചോറാണ് കേട്ടോ ഈ പാത്രത്തിൽ. ഉച്ചക്കൊക്കെയുള്ള ചോറാണ് അത്. ഞാനും ബാബുവല്ലേ ഉച്ചക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് കേട്ടോ. അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം തിരുമ്പലും കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഷാലു ഇവിടെ ഉണ്ട്. ഞാനും ഷാലു ഇതാ ചായ കുടിക്കാനുള്ള പുറപ്പാടാണ്. ഷാലു വന്ന പാട് എഴുതായിരുന്നു, ഡയറി, വാർത്ത, മദ്രസത്തൊക്കെ എഴുതാണ്ട്. അപ്പോൾ സ്കൂൾക്കില്ല തന്നെ എഴുത്ത് കഴിഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പോൾ കൊലായ്മ പോയിരുന്നുങ്ങാണ്ട് ചായ കുടിക്കണം. ഓൻ്റെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓനക്ക് എല്ലാതും ബാഗിലാക്കി വെച്ചു. എന്നിട്ട് ഞാൻ തിരുമ്പിയതൊക്കെ ഉണക്കിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണക്കൽ, ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഷാലുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യരുത്. 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ഉണ്ട് നാളെ വരണ്ട. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.